എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ കോളേജിലെ ഓണാഘോഷ പരിപാടിയാണ് ഈ നടക്കുന്നത്. ഞങ്ങളുടെ കോളേജിലെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിന് ഞങ്ങളുടെ ഒരു ബാച്ചിൻ്റെ പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ വലിയ കാര്യമായിട്ടൊന്നും നമ്മളത് കോർഡിനേറ്റ് ചെയ്തൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് എല്ലാവരും കൂടെ കൂടി ഒന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കസേരകളിയാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഉച്ച വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉള്ള സമയം, ഓണാഘോഷം പരിപാടിക്കുള്ള സമയം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ഒരു 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയമുള്ളായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഒത്തിരി പ്രോഗ്രാമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ കസേരകളി ചെയ്തു. ഇത് ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങളുടെ കോഴ്സ് ചെയ്യുന്നതിൽ ഞങ്ങളുടെ കൂടെ ഉള്ള ആകെ ഒരു ആൺതരിയാണ് കേട്ടോ ഇവന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ബാക്കിയുള്ളവർ ഉണ്ട്. അപ്പോൾ പലരും പല രീതിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നമുക്കത് പല ഇതായിട്ട് കിട്ടാൻ താമസിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പയ്യെ കസേരയൊക്കെ കളിച്ച്, നമുക്കങ്ങനെ വലിയ കസേരകളിയൊന്നും വലിയ വശമൊന്നുമില്ല, എന്നാലും നമ്മൾ അറിയാവുന്ന പോലെ എല്ലാവരും കളിച്ചു. അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് കസേരകളിയായിരുന്നു. അപ്പം ഞങ്ങൾ 21 പേരാണ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നവർ. അപ്പോൾ ഞങ്ങൾ 21 പേരും ഉണ്ടായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സ് വേറെ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഞങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് വേറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ കസേര കളിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ തിരുവാതിര മാസ്റ്റർ മഞ്ജു ആൻഡ് ടീം എല്ലാം കൂടെ ഉള്ള തിരുവാതിര കളിയാണ് ഈ കളിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരുവാതിരയൊന്നും കളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ മാറിയിരുന്ന് കണ്ടു ആസ്വദിച്ചപ്പം കസേരകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കിളിയെല്ലാം പോയി കറങ്ങി തല കറങ്ങിയോണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഭയങ്കരമായിട്ട് തിരുവാതിര കളിച്ച് അത് ആസ്വദിച്ച് ഞാനും അവിടെ ഇരുന്നു. ഇനി നമുക്ക് അടുത്ത കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് വെച്ചിട്ടത്തിൽ ചവിട്ടാതെ പോകുന്നൊരു പരിപാടിയാണ്. അതും ഇവരെല്ലാവരും കൂടെ കളിച്ചു. ഞാൻ അതിനകത്തും കൂടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കസേര കളിച്ച് കിറങ്ങിപ്പോയി ഞാൻ, തല കറങ്ങിയിട്ട്. അപ്പോൾ ഇത് അങ്ങനെ ആഘോഷമായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിച്ചൊരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് അതൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ലൊരു സന്തോഷം നിൽക്കുന്ന കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യ, ഇത് അടിപൊളിയായിട്ടുള്ള ഓണസദ്യ, നമ്മുടെ കറികളും പായസങ്ങളും എല്ലാമായിട്ടുള്ള സൂപ്പർ ഓണസദ്യ വിളമ്പുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓണസദ്യയൊക്കെ വിളമ്പി. അപ്പം നമ്മൾ കാറ്ററിംഗുകാർക്ക് ഓർഡർ കൊടുക്കുവാനും ചെയ്തത്. അപ്പോൾ ഒരു ഊണിന് 400 രൂപയാണ് ഒരാൾ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ എത്തി. നമ്മുടെ അച്ഛന്, കൊച്ചച്ഛന്, നമ്മുടെ പ്രോൺഷാളമ്മ. അപ്പോൾ പ്രോൺഷാളമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ടീച്ചറും കൂടെയാണ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് പരിചയം തോന്നി, പിന്നെ ചെന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ എന്നെ 5ലും 6ലും ഒക്കെ പഠിപ്പിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. പിന്നെ ഈ സിസ്റ്ററാണ് ഞങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന എന്നാ മരിയ എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. പിന്നെ ബാക്കി ഞങ്ങളെ കൂട്ടുകാരും കൂടെ പഠിക്കുന്നവരും ബാക്കിയുള്ളവരൊക്കെയാണ് പിന്നെ ഇരിക്കുന്നവർ. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൊരു ബാച്ച്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ ഈ പഠിക്കുന്ന ഒരു കോഴ്സ് ചെയ്യുന്നതിനകത്ത്. ഇനി മുന്നോട്ട് പിന്നെ തുടരെയാവും. പക്ഷേ ഈ വർഷത്തെ ആദ്യത്തെ ബാച്ചാണിത്. അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ 2 വാക്ക് ഓണത്തിനെക്കുറിച്ചും, ഓണം നമുക്ക് എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ തരും, നമ്മൾ മറക്കാൻ പറ്റില്ലാത്തൊരു കാലമാണ്, അതിനെക്കുറിച്ചൊക്കെ അച്ഛനൊന്ന് ചെറുതായിട്ട് രീതിയിലൊരു പ്രസംഗമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കിയുള്ള സ്കൂള് കോളേജ് പഠനകാലം എല്ലാം നമ്മൾ അത് വിട്ടുപോകും. പക്ഷേ ഇത് നമ്മളിത്രയും പ്രായമായിട്ട് നമ്മൾ നിൽക്കുന്നൊരു സൗഹൃദമായതുകൊണ്ട് ഇത് എന്നും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വരാം.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരുടെ ഒരു അന്താക്ഷരി കളിക്കാമെന്നൊക്കെ പറഞ്ഞുള്ള അടുത്ത പരിപാടിയിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ രാവിലെ ഞങ്ങൾക്ക് ഓണാഘോഷത്തിനിടയ്ക്ക് നമുക്ക് എക്സാം ആയിരുന്നു, അതിൻ്റെ ചൂടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണാഘോഷ വിശേഷങ്ങളെ.